ജാപ്പനീസ് പ്രേതകഥകളിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് ബോട്ടൻ ഡോറോ. പരമ്പരാഗതമായി ഇത് ഒബോൺ സീസണിലാണ് പറയുന്നത്. മരിച്ചവരുടെ ആത്മാക്കൾ ജീവിച്ചിരിക്കുന്നവരെ സന്ദർശിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു സമയമാണ് ഒബോൺ. ടോക്കിയോയിലെ നെസു ജില്ലയിൽ ഒരു വേനൽക്കാലത്തിന്റെ അവസാനത്തിൽ ഒബോൺ സമയത്താണ് ബോട്ടൻ ഡോറോയുടെ കഥ നടക്കുന്നത്. നമ്മുടെ ലോകത്തിലേക്ക് ആത്മാക്കളെ തിരികെ സ്വാഗതം ചെയ്യുകയും 3 ദിവസങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ആചാരമാണിത്. അങ്ങനെ ഒരു ഉത്സവകാലത്ത് ഒബോണിന്റെ ആദ്യ ദിവസം രാത്രി ഒഗിവാര വീട്ടിലേക്ക് നടക്കുകയായിരുന്നു. വീടിനടുത്ത് റാന്തൽ വിളക്കുമായി ഒരു സുന്ദരിയായ സ്ത്രീയെ അവൻ കണ്ടു. അവൻ അവളുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഒരുപാട് സമയം അവർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. അവളുടെ പേര് ഒട്സുയോ എന്നായിരുന്നു. അധികം വൈകാതെ ഒഗിവാര അവളുമായി പ്രണയത്തിലായി. അതിനുശേഷം എല്ലാ രാത്രിയിലും അവൾ അവന്റെ അടുത്തേക്ക് തിരിച്ചുവന്നു. ഇതെല്ലാം ഒഗിവാരയുടെ അയൽക്കാരൻ കാണുന്നുണ്ടായിരുന്നു. ഒരു ദിവസം രാത്രി അയാൾ ഒഗിവാരയുടെ വീട്ടിലെത്തി തന്റെ സംശയം തീർക്കാൻ ജനാലയിലൂടെ എത്തിനോക്കി. അവിടെ അയാൾ വിചിത്രമായ ഒരു കാഴ്ച കണ്ടു. ഒരു അസ്ഥികൂടത്തിന്റെ കൂടെ ഒഗിവാര ഇരിക്കുന്നു. ഈ കാഴ്ച കണ്ട് അയാൾ ബോധം കെട്ടു വീണു. അടുത്ത ദിവസം തന്നെ അയൽക്കാരൻ ഒരു ബുദ്ധമത പുരോഹിതന്റെ അടുത്തേക്ക് ചെന്നു. പുരോഹിതനും അയൽക്കാരനും അടുത്ത ദിവസം എത്തിയപ്പോൾ അവർ ഒഗിവാരയ്ക്കൊപ്പം ഒരു അസ്ഥികൂടത്തിനെ കണ്ട കാര്യം അവനോട് പറയുകയും വീടിനു മുകളിൽ ഒരു സംരക്ഷണ മന്ത്രം പ്രയോഗിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. സ്വന്തം കണ്ണുകൊണ്ട് അത് കാണുന്നതുവരെ ഒഗിവാരയ്ക്ക് ഈ കഥ വിശ്വാസമായില്ല. അയൽക്കാരൻ പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് അറിയാൻ പിറ്റേന്ന് രാത്രി വരെ അയാൾ കാത്തിരുന്നു. പതിവ് പോലെ ഒട്സുയുവും അവളുടെ വേലക്കാരിയും ഒഗിവാരയുടെ വീടിന്റെ വാതിൽക്കലെത്തി. അവൾ വീടിനുള്ളിൽ കയറാൻ ശ്രമിച്ചു. പക്ഷേ പുരോഹിതൻ നൽകിയ സംരക്ഷണ മന്ത്രങ്ങൾ മറികടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അവൾ കരയുകയും വാതിലിൽ മുട്ടുകയും ചെയ്തു. ഒഗിവാര ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. പുരോഹിതൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് ഒഗിവാര മനസ്സിലാക്കി. ഒട്സുയ മരിച്ചുപോയി. താൻ പ്രണയത്തിലായത് ഒരു പ്രേതവുമായിട്ടാണെന്ന് അവൻ മനസ്സിലാക്കി. അതേസമയം ഒട്സുയ വീട് വിട്ടുപോയില്ല. അവർ പരസ്പരം സ്നേഹിച്ചിരുന്നതിനെക്കുറിച്ച് അവൾ അവനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു. പകൽ തോറും ഒഗിവാരയുടെ ആരോഗ്യം കൂടുതൽ വഷളായി. അവളെക്കുറിച്ച് അറിയാമായിരുന്നിട്ടും അവർ ഒരുമിച്ചുണ്ടായിരുന്ന കാര്യത്തെക്കുറിച്ച് അയാൾക്ക് സങ്കടവും വാഞ്ചിയും മാത്രമേ തോന്നിയുള്ളൂ. ഒരു രാത്രിയിൽ അയാൾക്ക് തന്റെ ആഗ്രഹത്തെ ചെറുക്കാൻ കഴിഞ്ഞില്ല. ഒബോണിന്റെ അവസാന ദിവസം അയാൾ സംരക്ഷണ കവചമുയർത്തി അവരെ അകത്തേക്ക് കടത്തിവിട്ടു. അടുത്ത ദിവസം അയൽക്കാരൻ വീണ്ടും ഒഗിവാരയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച കണ്ട് അയാൾ ഞെട്ടി. മുറിയിൽ ഒഗിവാരയും ഒട്സുയും മരിച്ചു കിടക്കുന്നു. അങ്ങനെ ഒബോൺ ഉത്സവത്തിന്റെ അവസാനം ഒട്സുയ ഒഗിവാരയെ ആത്മാക്കളുടെ ലോകത്തേക്ക് കൊണ്ടുപോയി.